ഇപ്പോൾ ഒരു വാർത്ത കണ്ടു. അപ്പോൾ ആ പീഡന പരാതിനെ പറ്റിയുള്ള സത്യാവസ്ഥ ചോദിച്ചറിയാൻ നമ്മുടെ ഒപ്പം ഉള്ളത് അലിൻ ജോസ് പെരേരയും അഭിലാഷ് ആട്ടായുമാണ്. അപ്പോൾ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം അതിനെ പറ്റിയുള്ള സത്യം എന്താണെന്നുള്ളത്. നമസ്കാരം. ഇപ്പോൾ വാർത്ത ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 24-ൽ വാർത്ത കണ്ടപ്പോൾ ശരിക്കും സങ്കടം വന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഈ വ്യക്തിയെക്കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല. ഇത് ഒരു ഫേസ്ബുക്കിൽ എൻ്റെ അഭിലാഷ് ആട്ട എന്നുള്ളൊരു പേജിൻ്റെ താഴെ വന്നിട്ട് ഇവർ വിനീത് എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഫോട്ടോ ഇട്ടു. അത് നേരെ കുറേ കമൻസ് ഇട്ട്. ഇപ്പോൾ ഞാൻ ചോദിച്ചു കമൻസ് എന്ന് പറഞ്ഞാൽ ഇയാൾ പീഡിപ്പിച്ചു എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ വ്യക്തി പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് കൊടുക്കുക, എന്തിനാണ് എൻ്റെ പേജിൻ്റെ താഴെ ഇടണമെന്ന് പറഞ്ഞപ്പോൾ അവർ കുറേ എന്തൊക്കെയോ അതിനകത്ത് അയച്ചു. ഞാൻ മൈൻഡ് ചെയ്യില്ല. പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ എൻ്റെ ഫോട്ടോ ഇട്ടപ്പോൾ അതിൻ്റെ താഴെ കുളിക്കില്ല, നനയ്ക്കില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, മുടി വെട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ വ്യക്തിപരമായ കാര്യമാണല്ലോ, അതിൽ നിങ്ങൾ കയറി ഇടപെടണം എന്തിനാണെന്ന് വെച്ചു. പിന്നെ ഇവൻ്റെ പേജിലും താഴെ വന്ന് ഇവരിങ്ങനെ എന്ത് നമ്മൾ സംഭവിട്ടാലും അതുപോലെ നിഷ PS അലിയേട്ടൻ്റെ പെണ്ണ ആൻസി പ്രൊഡ്യൂസ് ചെയ്ത് നിഷയുടെ യൂട്യൂബ് ചാനലിലും ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അവർ ചോദിച്ചു നിങ്ങളെന്തിനാ എൻ്റെ ഇതിൽ കയറി ചാനലിൽ ഇതിടണമെന്നൊക്കെ ചോദിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ചു വരുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എല്ലാവർക്കും ഒരു വിഷമമായി. കാരണം എന്ന് വെച്ചാൽ ഇവർ ഇറിറ്റേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പെരേരനെ കുറിച്ച് പറഞ്ഞ് സ്മാർട്ട് ബിഗ് വീഡിയോയിൽ ഒരു വീഡിയോ വന്നപ്പോഴാണ് ഇവരെ സത്യം പറഞ്ഞാൽ ഇവരെ ഫേസ് കാണുന്നത് തന്നെ. പിന്നെ വേറൊരു ഇതിൽ പെരേര എന്താണ് വീഡിയോ കോൾ തുണി ഊരി കാണിച്ചു എന്നൊക്കെ പറഞ്ഞു. അത് അവർ പറഞ്ഞ കാര്യമാണ്. അപ്പം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അവർ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അല്ലടാ, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞത് ഹണി ട്രാപ്പ് അല്ലെങ്കിൽ പൈസ കിട്ടാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേമസ് ആവുക. 6 മാസം മുന്നേ തന്നെ നമ്മളോട് ഒരു ചാനലിന്റെ പേര് പറയുന്നില്ല, ചാനൽ വഴി ഒരു അറിഞ്ഞത് ആ ഒരു യുവതി അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ പറഞ്ഞു അലിൻ ജോസ് പെരേരയെ നാളെ മനോരമ ന്യൂസ് ചാനലിന്റെ പത്രത്തിലുള്ള പേജില്ലേ അത് വരുമെന്ന്. മനസ്സിലായോ? അങ്ങനെ പേടിപ്പിച്ചു. പിന്നീട് അതിനെപ്പറ്റി കുറച്ച് ചിന്തിച്ചിരുന്നില്ല. പിന്നീട് പെട്ടെന്നാണ് സ്മാർട്ട് പിക്സ് മീഡിയയിൽ ആ വ്യക്തിയുടെ ഒരു ഫോട്ടോ വീഡിയോയും കണ്ടത്. അപ്പോൾ തന്നെ കുറച്ച് ഞെട്ടിയത്. നമ്മൾ ചെയ്യാത്തൊരു കാര്യങ്ങൾക്കാണ് ഇങ്ങനെയുള്ളൊരു പറഞ്ഞില്ല എന്ന് നോക്കുമ്പോൾ ഉള്ളിലൊരു വിഷമമുണ്ട്. കാരണം നമ്മൾ ഇപ്പോൾ റിയാഭിഷത്തിലാണെങ്കിലും നമ്മൾ ഒന്നും വേണ്ടിയിട്ടെങ്കിലും സംസാരിച്ചില്ലെങ്കിൽ റീൽസിലെങ്കിലും നമ്മൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഒരുമിച്ച് ഒരു റീലോ ഷോർട്ട് ഫിലിമോ ഒന്നും ചെയ്യാത്തൊരു വ്യക്തി അലിൻ ജോസ് പെരേര എന്ന വ്യക്തിയെയും സന്തോഷ് വർക്കിയെയും തേജോവധം ചെയ്യാനും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയും കൊടുക്കാൻ വേണ്ടിയുള്ളൊരു തന്ത്രങ്ങളാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് പിടിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. എന്താണെന്നത് അറിയില്ല. ഇന്നിപ്പോൾ ഓഗസ്റ്റ് 29 അറിയില്ല. കാര്യങ്ങളൊക്കെ ഭാവിക്കുള്ള കോടതി അടുപ്പിക്കുമ്പോഴൊക്കെ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഒരു കാര്യമുണ്ട്. ഇപ്പോൾ റിയനെ കുറിച്ച് പെരേര പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ റിയ ഞങ്ങൾ ഷോർട്ട് ഫിലിമിലുള്ള പരിചയമാണ്. ഇപ്പോൾ ഇവര് നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. കാരണം റിയ ഇപ്പോൾ മെസ്സഞ്ചറിലൊക്കെ വന്ന് മെസ്സേജൊക്കെ അയക്കുന്നുണ്ട്. കാരണം അന്ന് റിയയെ പീഡിപ്പിച്ചെന്ന് റിയ തന്നെ പറഞ്ഞു. ഇപ്പോൾ ഈയുടെ ഒരു മെസ്സഞ്ചറിൽ ഒരു വോയിസിൽ പറഞ്ഞു കേട്ടു. ആ വോയിസ് ഇപ്പോഴും അലിൻ്റെ കൈ കിടക്കുന്നുണ്ട്. ഒരിക്കലും നീ പീഡിപ്പിച്ചെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അപ്പോൾ പറയാൻ കാരണം റിയ വരെ അങ്ങനെ പറഞ്ഞെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ പലരും ഇങ്ങനെ പറയും, പിന്നീട് തിരുത്തി പറയും അയ്യോ ഞങ്ങൾ അങ്ങനെ ചുമ്മാ പറഞ്ഞാന്ന് പറയുമ്പോൾ ഈ ജനങ്ങളുടെ തെറിവിളി മൊത്തം കേട്ടിട്ടായിരിക്കും പറഞ്ഞത്. ആ സംഭവം ന്യൂസ് ചാനൽ എടുത്തില്ല. റിയയുടെ സംഭവം മെയിൻ സ്ട്രീം വാർത്തക്കാർ അവോയ്ഡ് ചെയ്ത ന്യൂസാണ്. ഓൺലൈൻ മഞ്ഞപ്പത്രങ്ങൾ മാത്രമാണ് അത് റിപ്പോർട്ട് ചെയ്തത്. പറഞ്ഞാൽ ഫേക്ക് തലക്കെട്ട് വരെ നമ്മൾ പറയുന്ന എടുത്തിടുക, അങ്ങനെയുള്ള ന്യൂസ് ചാനൽ മാത്രം മെയിൻ ഓൺലൈൻ മീഡിയ മാത്രമാണ് അത് റിപ്പോർട്ട് ചെയ്തത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈവിട്ട് പോയിരിക്കുകയാണ്. അല്ല ഞാൻ പറയട്ടെ, ഇതിൽ ഞങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ട് പോലാത്തൊരു വ്യക്തിയാണ്. കണ്ടിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, കണ്ടിട്ടില്ല സംസാരിച്ചിട്ടില്ല. ഇവര് വിനീത് എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഫോട്ടോ വിഷയത്തിൽ പോലും ചെകുത്താൻ അങ്ങനെ ഒരു പ്രതികരിച്ചത് നമ്മൾ. പിന്നെ ബ്രൈറ്റ് വേറെ ആളുടെ കാര്യം പറയാൻ വിട്ടു. ബ്രൈറ്റ് എന്ന് പറഞ്ഞ വ്യക്തിയും വിനീതും ആണ് ഇവരെ അറിയുള്ളൂ എന്നാണ് പറഞ്ഞത്. ന്യൂസ് വന്നപ്പോൾ മാത്രം പ്രതികരിച്ചു. ബ്രൈറ്റും വിനീതുമാണ്. അപ്പൊ ഞാനിപ്പോ വിളിച്ചപ്പോ എന്താ പറയാ ബ്രൈറ്റ് ഇപ്പൊ വിളിച്ചപ്പോ ബ്രൈറ്റിനോട് ഞാൻ പറയുണ്ടായി, ബ്രൈറ്റ് നിങ്ങൾ ഒന്നെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കാര്യങ്ങൾ പറയുക, ഞങ്ങളെയും വെറുതെ ഇതിലേക്ക് വലിച്ചിടക്കരുതെന്ന് പറയുമ്പോൾ ബ്രൈറ്റ് പറയാണ് നിങ്ങൾ തന്നെ തീർക്ക് എന്നുള്ള രീതി പറയണം. കാരണം അവരെ എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചത് ഇപ്പൊ ഞങ്ങൾക്ക് അടിയായിക്കാണ്. കൂടുതലും ഫോക്കസ് ചെയ്യുന്നില്ല അവരുടെ. ഇപ്പൊ വിനീതിനെ വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞ കാര്യങ്ങൾ അറിയാം. കാരണം ഇപ്പൊ സ്റ്റേഷനിലേക്ക് വിനീതിനെ വിളിപ്പിച്ച് പോലീസിന് ആയിക്കോട്ടെ, അത് തെളിയിക്കട്ടെ, ആ കാര്യങ്ങൾ ചെയ്യട്ടെ. അപ്പൊ അത് ഹണി ട്രാപ്പ് അല്ലേ? അപ്പൊ അത് ഹണി ട്രാപ്പ് അത് ഹണി ട്രാപ്പ് തന്നെയാ. അപ്പൊ എനിക്ക് നമ്മൾ കണ്ടിട്ട് പോലുമില്ല. അപ്പൊ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് ബ്ലഡി നൈറ്റ് എന്ന ഷോർട്ട് ഫിലിം ചെയ്തപ്പോൾ അത് റിലീസിന്റെ തലേ ദിവസം നമ്മളെ ഇവിടെ ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിനെല്ലാം തെളിവ് വേണം. തെളിവ് എന്ന് പറഞ്ഞാൽ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പൊ ഞാൻ ഓൺലൈൻ മീഡിയക്ക് ഇപ്പോൾ ഇന്റർവ്യൂ കൊടുക്കുന്നത് ഇപ്പോൾ തുടങ്ങിയിട്ട് ഒരു വർഷമായില്ല കേട്ടോ, ആയോ? ഒരു വർഷം കഴിഞ്ഞു. അപ്പോൾ പല ലേഡീസായിട്ട് അടുപ്പമില്ല മിണ്ടേണ്ടി വരുന്നുണ്ട്.
മിണ്ടിലേണ്ടി വരും വർത്തമാനം പറഞ്ഞ്. അപ്പോൾ യാതൊരു കൈവശവും ഇല്ലാണ്ടാണ് മോശമായിട്ടുള്ളൊരു എന്നിൽ നിന്നൊരു ഇതില്ലാണ്ടാണ് അവർ നമ്മൾക്ക് ബൈറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പെൺകുട്ടികൾ പലരും പണ്ട് സംസാരിക്കാൻ മടിക്കണ ഒരു സമയം ഉണ്ടായിരുന്നു പണ്ട് എൻ്റെ ലൈഫിൽ. റിയലി സംഭവിച്ചിട്ടുള്ളതാണ്. കുട്ടിക്കാലത്ത് ഒരു 9ാം ക്ലാസ് വരെയൊക്കെ എന്നോട് ഒരു പെൺകുട്ടി പോലും കണ്ണിൽ നോക്കി പോലും സംസാരിക്കില്ല. ഒരു പുള്ളൊരു പേടിയുള്ളതുകൊണ്ടായിരിക്കും. ഞാൻ പാട്ടും ഡാൻസൊക്കെ അന്നും യൂത്ത് ഫെസ്റ്റിവലൊക്കെ കളിക്കുമായിരുന്നു, ഡാൻസ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഒരു 10ാം ക്ലാസ് പ്രൈവറ്റിലൊക്കെ പഠിച്ച സമയത്താണ് പിന്നെ ദർഫ ഒരു കൂട്ടുകാരിയായിട്ട് വന്നു. പിന്നീട് ഫാത്തിമ, ഫിബി, അങ്ങനെ കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയത് ഒരു 10 ക്ലാസ് പ്രൈവറ്റ് പഠിച്ചിട്ട് നമ്മുടെ ഡാഡി ലോറൻസ് പെരേര കാരണമാണ്. പെരേര പൈസ മുടക്കിയാണ് നമ്മൾ 10ാം ക്ലാസ് പാസ്സായത്. കാരണം 50,000 രൂപയായി. 4 പാസ് ചെയ്തിട്ടുണ്ട് 10ാം ക്ലാസ്, മനസ്സിലായി. സെൻറ്റ് പീറ്റേഴ്സ് എന്ന് പറഞ്ഞ സ്കൂളിൽ എന്ന് പറഞ്ഞു വിട്ടു. അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രശ്നമുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത് നമ്മൾ ഈ സിനിമ എന്ന മേഖലയിൽ നിൽക്കുന്നതുകൊണ്ട് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും റിവ്യൂ ഒക്കെ പറഞ്ഞ് അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ടായിരുന്നു. നമ്മൾ അനാവശ്യമായിട്ടുള്ള ബന്ധങ്ങൾ ഏർപ്പെടാറില്ല. ഇങ്ങോട്ട് പ്രണയം നടിച്ചു വന്ന ആൾക്കാരെയും നമ്മൾ അത്യാവശ്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് അറിയാ വിഷയങ്ങളൊക്കെ ഒതുങ്ങിപ്പോയത്. ഇപ്പോൾ ഈ വിഷയത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വിളിച്ചിട്ടില്ല. ഇപ്പോൾ ഈ വിഷയം അറിഞ്ഞിട്ട് കൂടി നമ്പർ എടുത്ത് തപ്പി വിളിക്കാൻ പറ്റും. പക്ഷേ ഞാൻ തന്നിട്ടുമില്ല, വിളിച്ചിട്ടുമില്ല. വിനീത് എനിക്ക് ആ നമ്പർ തന്നില്ല, ഞാൻ വിളിച്ചുമില്ല. പക്ഷേ ഇത് ഇത്രയും വേഗത്തിൽ ഇത് എത്തുമെന്ന് അറിയില്ലായിരുന്നു. കത്തുമെന്ന് അറിയില്ലായിരുന്നു ഈ ന്യൂസ്. കാരണം ഇത് നമ്മൾ നല്ല രീതിയിൽ ഓരോരോ പ്രോഗ്രാമൊക്കെ ചെയ്ത് പോകണം. ഇപ്പോൾ ഏഷ്യാനെറ്റിൽ നമ്മുടെ ടെലിവിഷൻ അവാർഡിൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ മലയാളമേലൊക്കെ ഇൻ്റർവ്യൂല്ലാം കഴിഞ്ഞിരിക്കുകയായിരുന്നു ഒരു ജൂരിയിൽ. അപ്പോൾ ഇതൊക്കെ കാരണം ഓരോ പുതിയ പുതിയ പ്രോഗ്രാംസൊക്കെ അത് അവർ നമ്മൾക്ക് അടുപ്പിക്കാണ്ടിരിക്കാൻ ഉള്ള രീതി വരെ എത്തും. കാരണം ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇത് കോംപ്രമൈസായി പോവുക എന്ന് കേസും കൂട്ടമായിട്ട് പോയി കഴിഞ്ഞാൽ അതൊരു ന്യൂസ് വാല്യൂ മാത്രമായി പോകും. നമ്മളെ പിടിച്ച് അകത്തിട്ടാലും നമ്മൾ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അല്ല, ഇവിടെ പറഞ്ഞ ഒരു കാര്യം പറയട്ടെ, സീരിയസ് ആയിട്ട് പറയട്ടെ. കാരണം എന്ന് വെച്ചാൽ ഇതിൽ തെറ്റുകാരല്ല ഞങ്ങൾ. കാരണം എന്ന് വെച്ചാൽ ഞാനും പെരേര ആറാട്ടണ്ണനും മെയിനായിട്ട് പറയാം. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ അവരെ കണ്ടിട്ട് പോലുമില്ല, വെറുതെ കൊണ്ടുപോയി ഇതിനെ കുറിച്ച് പറയാം. ആറാട്ടണ്ണൻ്റെ ലോകം എന്ന് പറഞ്ഞൊരു, ഞാൻ പറയട്ടാ, ആറാട്ടണ്ണൻ്റെ ലോകം എന്ന് പറഞ്ഞൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട്. ഈ ആറാട്ടണ്ണൻ്റെ ലോകം എന്ന് പറഞ്ഞ ഗ്രൂപ്പിലെ കുറേ ആളുകളാണ് ഈ കേസ് കൊടുക്കാനൊക്കെ പ്രേരിപ്പിച്ചതെന്ന് നിൽക്കടാ, എൻ്റെ പൊന്നടാവെന്ന് പറയട്ടെ, പ്രേരിപ്പിച്ചതെന്ന് പറഞ്ഞ് ഇപ്പം എന്താ പറയുക ന്യൂസിൽ ആ വ്യക്തി പറയുന്നുണ്ട്. നിരഞ്ജന എന്ന് പറഞ്ഞ വ്യക്തി പറയുന്നുണ്ട്, ആറാട്ടൻ്റെ ലോകത്ത് കുറേ പേര് കാരണമാണ് ഞാൻ കേസ് കൊടുത്തത്, ഇപ്പോൾ അവർ കൈ വിട്ടു എന്നൊക്കെ കിടന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ആറാട്ടൻ്റെ ലോകത്ത് കുറേ ആൾക്കാർ നന്നാക്കാതിരിക്കുന്നവരല്ല, അവർ എന്തെങ്കിലുമൊക്കെ വ്യക്തിപരമായിട്ട് മോശമായിട്ട് എന്നെയും പെരേരേനെയും ആറാട്ടിനെയൊക്കെ ചിത്രീകരിക്കാതിരിക്കുന്നവരാണ്. അപ്പോൾ അവർ ആണ് കേസ് കൊടുക്കാനൊക്കെ നിർബന്ധിച്ചതും. ഇപ്പോൾ ആറാട്ടൻ ലോകത്തുള്ളവർ കൈ വിട്ടു എന്നൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെന്തെങ്കിലാട്ടെ. അപ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ, ഞങ്ങൾ കണ്ടിട്ടും കേട്ടില്ലാത്തൊരു വ്യക്തി ഞങ്ങളെക്കുറിച്ച് പറയുന്നതിൽ മോശമായ ഒരു കാര്യമാണ്. താങ്കളുടെ ഫോട്ടോയിൽ വന്നില്ല, താങ്കളുടെ പേര് വീഡിയോ വന്നു. ആ പേരിൻ്റെ പേര് അത് എനിക്ക് ഭയങ്കരമായിട്ട് പേര് പറയാൻ കാരണം എന്ന് വെച്ചാൽ എന്തിനാണ് ആവശ്യമില്ലാണ്ട് എൻ്റെ പേര് ഉന്നയിക്കുന്നത്? ഫോട്ടോ വന്നതെന്ന് നിനക്ക് റീച്ച് ഉള്ളതുകൊണ്ടാണ് നിന്റെ ഫോട്ടോ വന്നത്. നമ്മൾ വൈറലല്ലോ, അതുകൊണ്ട് വേണം ഫോട്ടോ വരാൻ. മനോരമ ന്യൂസിൽ താങ്കളുടെ ഒരു ഫേസ് വന്നിരുന്നു. ഇല്ല അതാണ് നമ്മൾ വൈറലല്ലോ, അതുകൊണ്ട് വരാത്ത. കാരണം പെരേര എന്ന് ലോകം മൊത്തം അറിയുമല്ലോ, അതുകൊണ്ടാണ്. റിവ്യൂ രാജാവല്ലേ, അതുകൊണ്ടാണ്. കിങ് ആണല്ലോ. ഓക്കെ. അപ്പൊ ആറാട്ടനും പെരേരനെ അറിയുള്ളൂ, എന്നെ അറിയില്ല, അതുകൊണ്ട് വന്നില്ല. അപ്പൊ അത് പോട്ടെ, എഴുതി വന്നല്ലോ. പ്രാർത്ഥിക്ക് ഓർമ്മ വന്നെന്ന് പ്രാർത്ഥിക്കാനായിട്ട് എന്താണ് ഇപ്പൊ എന്റെ പേര് വന്നപ്പോ സന്തോഷമായില്ലേ? ഇപ്പൊ മലയാള സിനിമയിൽ കുറെ ആൾക്കാരുടെ പേര് വന്നപ്പോ ചിലർക്ക് സന്തോഷം എന്ന് പറഞ്ഞല്ലേ. ഇനി അങ്ങേരെ തെറിയും കൂടെ കേൾക്കണം. ഓക്കെ, അപ്പൊ എന്തായാലും 24 കാണിക്കുന്ന എന്ത് വാർത്തയും ഇടാന്നുള്ളത് അവര് സത്യാവസ്ഥ അറിഞ്ഞിട്ട് വേണം വാർത്ത കൊടുക്കാൻ. കാരണം 24 ഒക്കെ നമ്മൾ അംഗീകരിക്കുന്ന ഒരു ചാനലാണ്. കാരണം ശരിക്കും അംഗീകരിക്കുന്ന ഒരു ചാനലാണ് 24 ഒക്കെ. അവര് കാണിക്കുന്നത് അതന്നെ. അപ്പം അപ്പൊ എന്റെ ദൈവം ഇത് പറയട്ടെ. അപ്പൊ 24 ചാനലൊക്കെ നമ്മൾ ബഹുമാനിക്കുന്നു. ആ ചാനലൊക്കെ ഇങ്ങനെ ഇടുമ്പോൾ ഒരു മോശമാണ്. കാരണം എന്ന് വെച്ചാൽ അത് അന്വേഷിച്ചിട്ട് വേണം, 2 പേരുടെയും ഭാഗത്തുള്ള ഇത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. 2 പേര്. കാരണം ഇന്നിപ്പോൾ ഫോൺ വിളിച്ചാലും വീഡിയോ കോൾ എന്ത് ചെയ്താലും സൈബർ സെൽ എന്ന് പറയുന്ന സംഭവം ഉണ്ട്, അതിനകത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അല്ലേ? അവർ പറഞ്ഞ നഗ്നതയായിട്ട് വീഡിയോ കോൾ ചെയ്യുന്ന പറയണം, തെളിവ് കൊണ്ടുവരട്ടെ. ഇപ്പൊ നമ്മള് പീഡിപ്പിച്ചെന്ന് പറഞ്ഞ ഡേറ്റിൽ നമ്മൾ എവിടെയാണെന്നുള്ള തെളിവ് നമ്മുടെ കയ്യിലുണ്ട്. അത് തന്നെ. പീഡിപ്പിക്കാൻ എന്താണ്? അവരാണ്.
ലേഡി അല്ല എന്നാണ് നമ്മള് പറയുന്നത്. സ്ഥിരം അപ്പൊ ഞാന് review പറയുന്ന ചേരാനെല്ലൂർ പോലീസ് സ്റ്റേഷനിൽ പറയുണ്ടായി, അവിടെ സാറിനോട് പറയുണ്ടായി, സാറേ നാളെ റിവ്യൂ പറഞ്ഞില്ലെങ്കിൽ അവിടുത്തെ പറഞ്ഞ ദിവസങ്ങളിലെ CCTV ഇപ്പൊ വനിതാ എടാന്ന് പറയട്ടാ, ആ സാറുമാരോട് ഞാൻ പറയണ്ടായി, സാറേ ഇതൊന്ന് ചെക്ക് ചെയ്യണം, കാരണം ഹണി ട്രാപ്പോ അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടി ഇവർ ചെയ്യുന്ന പരിപാടിയാണെങ്കിൽ വേറെ ആൾക്കാരും പെട്ടുപോകും. അതുകൊണ്ട് ഇവരൊന്ന് ചെക്ക് ചെയ്യണം, ഏതെങ്കിലും വനിതാ പോലീസോ അല്ലെങ്കിൽ ഏതെങ്കിലും വനിതാ ഡോക്ടറോ ഒന്ന് ചെക്ക് ചെയ്ത് ഇവർ ആണാണോ പെണ്ണാണോ എന്നുള്ള ഡോക്ടർമാരോ പോലീസൊന്ന് ചെക്ക് ചെയ്യണം. കാരണം ഞാൻ ഞാൻ പെട്ടെന്ന് പറഞ്ഞുകൊണ്ടാണ്, കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ചിലപ്പോൾ ചിലർ മീശയൊക്കെ മേടിച്ചിട്ടേ ആക്ട് ചെയ്യുമല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഫേക്ക് ആണ്, വേടാ പറയട്ടാ ഫേക്ക് ആണോ എന്നൊന്ന് നോക്കണമല്ലോ, മനസ്സിലായില്ലേ? കാരണം നമ്മൾ ആവശ്യമില്ലാണ്ട് പേര് പഠിക്കുമ്പോൾ നമുക്ക് കുടുംബം ഇതൊക്കെ ഉള്ള, അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് വിഷമം. വാർത്തകൾ വരുന്നുണ്ടല്ലോ ഇപ്പൊ സിനിമ മേഖലയിൽ തന്നെ. ഇപ്പൊ രഞ്ജിത്ത് സാറിനൊക്കെ ഇതൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ 2012 ബാബുവേട്ടൻ നാമത്തിൽ എന്ന സെറ്റിൽ അല്ല അമ്മയുടെ പ്രശ്നമാണോ നിന്റെ പ്രശ്നമാണ്? അല്ല, ആ വിഷയങ്ങളെ വെച്ച് നമ്മളെ പ്രശ്നങ്ങൾ പെട്ടെന്ന് കുതിച്ചാടി. കാരണം അമ്മ എന്ന സംഘടനയില് ഞാൻ ഇല്ലാന്ന് വെച്ച് കൂടി ആൾക്കാർ കമന്റ് ചെയ്തിരുന്നു. അമ്മയിലേക്ക് പോണോ? അങ്ങനല്ല, ഹേമ കമന്റ് ആണോ? ചിലപ്പോ നമ്മുടെ വാർത്ത വരുമ്പോ മറ്റുള്ള വാർത്ത തടയുന്ന നമ്മൾ വാർത്ത വന്നു തോന്നുന്നുണ്ട്, അറിയില്ല. കാരണം ഹേമ കമ്മിറ്റിയിലും ആൾക്കാർ കമന്റിലൂടെ ജനങ്ങൾ നമ്മളെ പെടുത്താൻ വേണ്ടി നോക്കിയിരുന്നു, പക്ഷെ പെടുക്കാൻ പറ്റില്ല. ആ സംഭവത്തിൽ പെടുത്തൂല. കാരണം അമ്മ എന്നൊരു സംഘടനയിൽ ഞാനില്ല, ആർട്ടിസ്റ്റുകളുടെ ഫെഫ്റ്റിയിൽ ഞാനില്ല. പിന്നെ ഭാഗ്യം ഉണ്ടായിരുന്നു, ഭാഗ്യം. അപ്പൊ അത്യാവശ്യം 2-3 സിനിമകളിൽ ചെയ്തിട്ടുണ്ട്, എങ്കിലും അതിൽ പെട്ടെന്ന് ചാൻസ് കിട്ടാഞ്ഞത് കാരണം മറ്റേ ഇങ്ങനത്തെ ഒരു സംഭവം നമുക്ക് വന്നല്ലോ, വേറൊരു സംഭവത്തിലും പെട്ടുപോയല്ലോ, മനസ്സിലായോ? എപ്പോ ഒരു അറസ്റ്റ് വാറണ്ട് ഉണ്ടാവും അറിയില്ല. FIR ഇട്ടത് 12/8 ഇപ്പൊ ഏത് മാസമാണ്? ഇപ്പൊ ഏത് മാസം? 12/8 കേസ് വന്നു. FIR ഫയൽ ചെയ്തു. FIRന്റെ ഇതൊക്കെ എന്റെ ഇതിലുണ്ടായിരുന്നു, ഫോണിലുണ്ടായിരുന്നു. അപ്പൊ കേരളത്തിലെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ നിരപരാധിയാണ്. കാരണം നമ്മൾ ചെയ്യാത്ത കുറ്റത്തിൽ സത്യം തെളിയും, എന്നാലും തെളിയുന്നവനും പറയാം. ഇപ്പോൾ ജനപ്രിയ നായകനെ കുടുക്കിയ പോലെ തന്നെ നമ്മളെയും കുടുക്കാൻ വേണ്ടിയുള്ള കുശാല ബുദ്ധി പലരിൽ നിന്നും വരുന്നുണ്ട്. പക്ഷേ ഇത്രത്തെ വേഗത്തിൽ ഇങ്ങനെയുള്ളൊരു തന്ത്രങ്ങൾ വരുമെന്ന് ഓർത്തില്ല. കാരണം ഈ നിരഞ്ജന എന്ന വ്യക്തിക്ക് അധികം സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഇത്രയും സപ്പോർട്ട് ഒന്നും കിട്ടിയെന്ന് അറിയില്ല. കാരണം ഓൺലൈൻ മീഡിയ വഴി നമ്പർ കൊടുത്തിട്ടുണ്ടെന്ന് അറിയാമല്ലോ. ഫ്ലവേഴ്സ് ഇന്റർനാഷണലാണ് വാർത്ത വന്നത്, മറ്റേ 24-ൽ. അപ്പോൾ ഇതിൽ നമ്മളെ കൊടുക്കാൻ എന്തിനാണെന്ന് അറിയാമല്ലോ. വിനീത് എന്ന വ്യക്തിയാണ് പരിചയം, അവരെ വീട്ടിൽ പോയിട്ടെന്ന് പറയും. ഞാൻ അവരെ വീഡിയോ കോൾ ചെയ്യുന്ന പറയുന്നത് അതിനൊക്കെ പറ്റിയൊക്കെ സൈബർ സെല്ല് അന്വേഷിക്കാൻ. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന 2 സിം കാർഡ് ഉണ്ട്. 2 സിം കാർഡും പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്പർ കൊടുത്തു, പെരേരയുടെ 2 നമ്പർ അവിടെ കൊടുത്തു, എന്നെ കൊടുത്തിട്ടുണ്ട്. കാരണം ആ വ്യക്തിയുടെ ഫോണിലേക്ക് ഒരു മിസ് കോൾ എങ്കിലും പോയിട്ടുണ്ടെങ്കിൽ സൈബർ സെല്ലിന് അറിയാൻ പറ്റും. എന്നിട്ടും കൊടുക്കാൻ പോലീസ് കൊടുക്കാൻ. അല്ല, എനിക്ക് എന്തിനാണ് ഈ വാർത്തയ്ക്ക് ഇപ്പൊ എടുത്തിട്ടാണെന്ന് എനിക്കറിയാൻ പാടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബ്രൈറ്റ് പറഞ്ഞു ഇന്നോ ഈ നേരത്തിൽ അറസ്റ്റ് ചെയ്യുന്ന ബ്രൈറ്റ് പറയണം. ആരെ? ബ്രൈറ്റ് വിളിച്ചപ്പോ അത് അവൻ ചുമ്മാ പറയണേ. അങ്ങനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ തെളിവ് വേണം. അത് മാത്രമല്ല, നമ്മൾ ചുമ്മാ ഒരാളെ റോട്ടിൽ കൂടെ പോണ ഒരാളെ അറസ്റ്റ് ചെയ്യണമെന്ന് നിയമം. മറ്റേ ഇപ്പോ ലോഡ്ജിൽ പോയിട്ടുണ്ടെങ്കിൽ ലോഡ്ജിൽ CCTV ഉണ്ടാവുമല്ലോ. CCTV നമ്മുടെ ഫേസ് തെളിയുമല്ലോ എന്തായാലും. അല്ലാണ്ട് നമ്മള് പോകാത്ത കാര്യത്തിൽ ഇല്ലാത്തത് കൃത്യമായിട്ട് പെൻഡ്രൈവിലെ മെമ്മറി കാർഡിൽ എഡിറ്റ് ചെയ്ത് എന്റെ ഒരു ഫേസിൽ ഓരോ ആൾക്കാർ, ഇപ്പൊ ഒരാളെ പോലെ 9 പേരുണ്ടാവും, അവരെയൊക്കെ വെച്ച് ചെയ്തിട്ട് നമ്മളെ ആണെന്ന് ചിത്രീകരിക്കണം. ഓക്കെ, ഒരു ലാസ്റ്റ് ആയിട്ട് കാര്യം പറയാം. ഇത് വെറും ട്രാപ്പാണ്, ഹണി ട്രാപ്പ് എന്ന് തന്നെ പറയാം. കണ്ടിട്ടും കേട്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ്, കണ്ടിട്ടും കേട്ടിട്ടില്ല അങ്ങനെ ഒരു വ്യക്തിയാണ് ഇതിനെ കുറിച്ച് പറയുന്നത്. തീരുമാനിക്കും പ്രതികാരമാണോ? അത് തന്നെ, വിനീതിനെ കുറിച്ച് വന്നാണ് ഈ ഫേസ്ബുക്കിൽ താഴെ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ആ വിനീത് എന്ന വ്യക്തിയെ വിളിച്ച് ചോദ്യം ചെയ്യുക ബ്രൈറ്റിനെ. അപ്പം ഇവർ കാരണം ഞങ്ങളും കൂടെ പെട്ടുപോയ അവസ്ഥയാണ്. കാരണം ഇവരോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നേ പറയാനുള്ളൂ. കാരണം ആറാടൻ്റെ ലോകം എന്നൊരു വാട്സാപ്പ് ഗ്രൂപ്പും ഇതുപോലെ തന്നെ പരിപാടിയാണ് കാണിച്ചത്. അപ്പോൾ എന്തായാലും എല്ലാവരും നല്ല രീതിയിൽ ഇത് എന്താ പറയുക, ഈ തെറ്റിദ്ധാരണ മാറ്റിയെടുക്കാൻ സഹായിക്കുക. താങ്ക് യു.